ഹലോ എവ്രി വൺ, ഡോക്ടർ മഞ്ജുല ഹിയർ. നമ്മൾ ഇന്ന് തുടങ്ങിയ ഒരു പുതിയ സീരീസ് ആരംഭിക്കുകയാണ്. അപ്പോൾ DME നഴ്സിംഗ് ഓഫീസർ പരീക്ഷയുടെ മുഴുവൻ സിലബസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അതിൻ്റെ ഡിസ്ട്രാക്ടേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ പ്ലീസ് വാച്ച് ടിൽ ദി എൻഡ് ആൻഡ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ എ പേഷ്യൻറ്റ് apical pulse is 80 per minute and radial pulse is 65 per minute. Identify pulse deficit. 10, 15, 25, 35. അപ്പോൾ പൾസ് ഡെഫിസിറ്റ് എന്താണെന്നാണ് ചോദ്യം. എപ്പിക്കൽ പൾസ് 80, റേഡിയൽ പൾസ് 65. അപ്പോൾ പൾസ് ഡെഫിസിറ്റിൻ്റെ ഒരു ഫോർമുല എന്താണ് ഓർക്കുന്നോ? പൾസ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അപ്പിക്കൽ പൾസും റേഡിയൽ പൾസും തമ്മിലുള്ള വ്യത്യാസമാണ് അല്ലേ? സോ രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പിക്കൽ പൾസ് 80 എന്ന് പറഞ്ഞു, റേഡിയൽ പൾസ് 65 എന്ന് പറഞ്ഞു. രണ്ടിൻ്റെ ഡിഫറൻസ് എന്താണ്? 15. സോ ദ കറക്റ്റ് ആൻസർ ഇസ് 15. സോ പൾസ് ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ ഹാർട്ട് ബീറ്റും പെരിഫറൽ സർക്കുലേഷനിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. സോ ഇത് ഏട്രിയൽ ഫിബ്രിലേഷൻ പോലുള്ള കണ്ടീഷൻസിലാണ് കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം: ഇൻ എ ന്യൂ ബോൺ അപ്ഗാർ സ്കോർ അറ്റ് 1 minute is 7. The nurse found that the baby's corner of the mouth is stained with secretions of meconium. What is the next best step? Prepare for resuscitation, inform the physician, perform the suction of mouth and nose, perform the routine care. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താണ്? അപ്ഗാർ 1 minute എത്രയുണ്ട്? 7 ഉണ്ട്. അപ്പോൾ അത് നോർമലാണോ അബ്നോർമലാണോ എന്ന് ആദ്യം ചിന്തിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ബേബിയുടെ കണ്ടീഷൻ? കോർണറിൽ മാത്രം മെക്കോണിയം സ്റ്റെയിൻ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് ചെറുതായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. അപ്ഗാർ സ്കോർ എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ അപ്പിയറൻസ് നോക്കും, പൾസ്, ഗ്രിമേസ്, ആക്ടിവിറ്റി, റെസ്പിറേഷൻ, ഇത്രയും നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിന് ഓരോ തരത്തിലുള്ള സ്കോർ കൊടുത്തുകൊണ്ടാണ് നമ്മൾ അപ്ഗാർ സ്കോർ പറയുന്നത്. അപ്പം ബേബി പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ടോപ്പ് സ്കോർ കൊടുക്കും, എല്ലാം 2 എന്ന് കൊടുക്കും. അപ്പോൾ നോർമൽ ആയിട്ടുള്ള സ്കോർ എന്ന് പറയുന്നത് 7 to 10 ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ബേബിക്ക് എത്രയാണ് സ്കോർ പറയുന്നത്? 7. അതിൻ്റെ അർത്ഥം അതിന് നോർമലായിട്ടാണ് അതിൻ്റെ അപ്ഗാർ സ്കോർ എന്നാണ്. അപ്പോൾ ബേബി ഈസ് ആക്റ്റീവ് ആൻഡ് അഡാപ്റ്റിംഗ് വെൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം മൈൽഡായിട്ട്, അപ്പോൾ ബേബിക്ക് വേറെ റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഒന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഓൺലി തിങ് ഇസ് ദർ ഇസ് എ മെക്കോണിയം സ്റ്റെയിനിങ്. അപ്പോൾ എന്താ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ നിയോനേറ്റൽ റീസസിറ്റേഷൻ പ്രോഗ്രാം, കറണ്ട് പ്രോഗ്രാം പറയുന്നത്, ഗൈഡ് ലൈൻസ് പറയുന്നത് മെക്കോണിയം സ്റ്റെയിൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബേബി വിഗറസ് ആണെങ്കിൽ, വിഗറസ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല മൂവ്മെൻ്റ് ഉണ്ട്, മസിൽ ടോൺ ഗുഡാണ്, റെസ്പിറേറ്ററി എഫേർട്ട് സ്ട്രോങ് ആണ്, ഹാർട്ട് റേറ്റ് 100-ന് മുകളിലുണ്ട് എങ്കിൽ നമ്മൾ ആ ബേബി വിഗറസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബേബിക്ക് നമ്മളൊന്നും ചെയ്യേണ്ട, റുട്ടീനായിട്ടുള്ള ആക്ടിവിറ്റീസുമായിട്ട് പോയാൽ മതി. സോ റുട്ടീൻ കെയർ ഇസ് അപ്രോപ്രിയേറ്റ് ഇൻ ദിസ് കണ്ടീഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കിക്കോളൂ. കണ്ട, അപ്ഗാർ സ്കോർ 1 minute 7 ആണ്. മറ്റ് വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. അപ്പോൾ 7 എന്ന് പറയുമ്പോൾ തന്നെ നോർമലാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ മുമ്പാണെങ്കിൽ പഴയ ഗൈഡ് ലൈൻ പ്രകാരം നമ്മൾ സക്ഷൻ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, റുട്ടീൻ കെയർ മാത്രം മതി. ബേബി വിഗറസ് ആണെങ്കിൽ വേറൊന്നും ചെയ്യണ്ട. ബേബി നോൺ വിഗറസ് ആണ്, മൂവ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ they will go for the next step like ET intubationും മറ്റു കാര്യങ്ങളും ഒക്കെ. So preparing for resuscitation is not needed unless the baby is non-vigorous. പിന്നെ informing the physician is not the immediate best step when the baby is stable. ഇവിടെ baby stable ആണ്. അതിൻ്റെ റുട്ടീൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് അതൊരു എമർജൻസി സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് it is not required to inform the physician immediately. Perform suction of mouth and nose. അതൊരു outdated practice ആണെന്ന് ഓൾറെഡി പറഞ്ഞു. Next question: function of zinc in the management of diarrhea. Reduces duration and severity of diarrhea, resolves abdominal cramps, maintains hydration, prevents induration. So it reduces, the answer is zinc helps in reducing the duration and severity of diarrhea. ഇത് WHO UNICEF recommend ചെയ്തിട്ടുള്ളതാണ്. Zinc is administered for 10 to 14 days in children with diarrhea. So that will help in reducing the length of the diarrhea, the severity and recurrence. അടുത്തത്, നെയിം ദ ബ്ലഡ് വെസൽ സപ്ലൈയിങ് ദ വാൾസ് ഓഫ് ലാർജ് ആർട്ടറീസ് ആൻഡ് വെയിൻസ്. വാസോറം, ട്യൂണിക്ക മീഡിയ, സിറോസ, ഇന്റർലൂമിനൽ ആർട്ടറി. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ ഉത്തരം? വാസോറം. വാസോറം എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസലിൻ്റെ വെസൽസ്, അങ്ങനെ വെസൽസ് ഓഫ് വെസൽസ് എന്ന് പറയാം. സോ ദേ ആർ ആക്ച്വലി സ്മോൾ ബ്ലഡ് വെസൽ. ഇപ്പം നമുക്ക് ലാർജ് ആർട്ടറീസിനും വെയിൻസിനും ഒക്കെ അതിൻ്റെ ഔട്ടർ ലെയറിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വാസോറം ഉള്ളത്. സോ ലാർജ് ബ്ലഡ് വെസൽസ് ഒക്കെ തിക്കാണ്. അപ്പോൾ ന്യൂട്രിയൻസിന് അങ്ങോട്ടേക്ക് ഡിഫ്യൂസ് ചെയ്ത് പോകാൻ
ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചെറിയ ബ്ലഡ് വെസൽസ് ഇതിന് ചുറ്റും നിന്നിട്ട് അതിന് നറിഷ്മെൻറ്റ് കൊടുക്കുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് വാസ വാസോറം. മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ട്യൂണിക്ക മീഡിയ. ട്യൂണിക്ക മീഡിയ എന്ന് പറയുന്നത് ബ്ലഡ് വെസലിൻ്റെ ലെയറാണ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എനി കാപ്പിലറി ഓർ എനിത്തിങ്. സോ ഈ പിക്ചറിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ട്യൂണിക്ക അകത്ത് ഏറ്റവും ഇന്നർ ലെയറിനെ ട്യൂണിക്ക ഇന്റേർണ അല്ലെങ്കിൽ ഇൻറ്റിമ എന്ന് പറയും, നടുക്കുള്ളതിനെ ട്യൂണിക്ക മീഡിയ എന്ന് പറയും, ഏറ്റവും വെളിയിലുള്ളതിനെ ട്യൂണിക്ക അഡ്വൻറ്റീഷ്യ എന്ന് പറയും. സോ യെസ്. പിന്നെ അടുത്തത് എന്താ? സിറോസ എന്ന് പറയുന്നത് ഔട്ടർ മെംബ്രെയിൻ കവറിങ് ദ ഓർഗൻസ്. ഇറ്റ് ഈസ് നോട്ട് എ ബ്ലഡ് വെസൽ. ഇന്റർലൂമിനർ ആർട്ടറി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം ഇല്ല. സോ ദീസ് ആർ ദ ഓപ്ഷൻസ്. Next question, which of the following is a carpal bone? Malleus, tunate, talus, calcaneum. So lunate is a carpal bone. അപ്പോൾ 8 carpal bones ഉണ്ടല്ലോ റിസ്റ്റിൽ. നോക്കൂ, സ്കാഫോയിഡ്, ലൂണേറ്റ്, ട്രൈക്കോട്രം, പിസിഫോം, ട്രപ്പീസിയം, ട്രപ്പസോയിഡ്, കാപ്പിറ്റേറ്റ്, ഹാമേറ്റ്. ഇതാണ്. ഇത് നിങ്ങൾക്ക് ഓർഡറിൽ പഠിക്കണമെങ്കിൽ നിമോണിക്സ് ഉണ്ട്. ഇവിടെ തന്നെ നിമോണിക്സ് കൊടുത്തിട്ടുണ്ട്. സോങ്സ് ലൈക്ക് ദിസ് പീസ് ടീച്ച് ത്രൂ ക്ലെവർ ഹിൻറ്റ്സ്. സോ അങ്ങനെ ഈ ഒരു നിമോണിക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർപ്പൽ ബോൺസ് പഠിക്കാം. ടാർസൽ ബോൺസിലും അത് തന്നെ. നോക്കൂ, ടാലസ്, കാൽക്കേനിയസ് ആണ് ഏറ്റവും വലിയ ബോൺ. നാവിക്കുലർ, ക്യൂനിഫോം, മീഡിയൽ ക്യൂനിഫോം, ഇന്റർമീഡിയറ്റ് ക്യൂനിഫോം, ലാറ്ററൽ ക്യൂനിഫോം ആൻഡ് ക്യൂബോയിഡ്. സോ അതും ദീസ് ക്യൂട്ട് നോട്ട്സ് മേക്ക് ഇനീഷ്യൽ ലെറ്റർ ക്യൂസ്. അങ്ങനെ നമുക്ക് അതിന് ഓർത്തു വയ്ക്കാം. ഓക്കെ, സോ നിമോണിക്സ് വേണമെങ്കിൽ ഇങ്ങനെ ഓർത്തോളുക. So if you want another mnemonic, you have it here. She looks too pretty, try to catch her. അപ്പോൾ she എന്ന് പറയുന്നത് SLTP, try to catch her. അങ്ങനെ ഓർക്കാം. Then we have tarsal bones. ഇവിടെ mnemonics ഉണ്ട്. Tiger cubs need milk. മിൽക്കിൻ്റെ സ്പെല്ലിംഗ് മാത്രം ഒന്ന് നോക്കിയാൽ മതി. സോ ടൈഗർ, cubs need milk, MILC. ആ രീതിയിലും ഓർക്കാം. Next question, which of the following is the measure of heart performance based on the size of the individual? Cardiac output. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇതാണ് കീ എന്ന് പറയുന്നത്. സൈസ് ഓഫ് ഇൻഡിവിജ്വലിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എന്ത് കാർഡിയക് പെർഫോമൻസ് ആണ് എന്നാണ് ചോദ്യം. സോ കാർഡിയക് ഔട്ട്പുട്ട്, വെൻട്രിക്കുലർ എൻഡ് ഡയസ്റ്റോളിക് വോളിയം, സ്ട്രോക്ക് വോളിയം ആൻഡ് കാർഡിയക് ഇൻഡെക്സ്. സോ സൈസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്നത് കാർഡിയക് ഇൻഡെക്സ് ആണ്. So it is calculated, this is the formula, cardiac index is cardiac output divided by body surface area. അപ്പോൾ ഇവിടെ നമ്മൾ സൈസിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നതാണ്. So it gives an accurate measurement of how well the heart is pumping relative to an individual's size. So cardiac output എന്ന് പറയുന്നത് എന്താണ്? Cardiac output measures the total blood pumped per minute, but it's not adjusted for body size. നമ്മുടെ ചോദ്യത്തിൽ ബോഡി സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതുണ്ട്. അതുകൊണ്ട് it is not cardiac output. At the ventricular end diastolic volume എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഓഫ് ബ്ലഡ് ഇൻ ദ വെൻട്രിക്കിൾ അറ്റ് ദി എൻഡ് ഓഫ് ഡയസ്റ്റോളി. അതിന് പ്രീലോഡ് എന്നും പറയാം. സോ ദെൻ നെക്സ്റ്റ് സ്ട്രോക്ക് വോളിയം. സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത് ബ്ലഡ് പംപ്ഡ് പെർ ബീറ്റ്, ആൻഡ് ഇതും ഇറ്റ്സ് നോട്ട് അഡ്ജസ്റ്റഡ് ഫോർ ബോഡി സൈസ്. സോ ഇതാണ് കീ ആയിട്ടുള്ള ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ്. കാർഡിയാക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രിസൈസ് മെഷർ ഓഫ് കാർഡിയാക് പെർഫോമൻസ് റിലേറ്റീവ് ടു ബോഡി സൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ദാറ്റ് ഹാവ് മാർക്ഡ് ഇൻഫ്ലുവൻസ് ഓൺ ദ കോമ്പോസിഷൻ ഓഫ് ഇൻറ്റസ്റ്റൈനൽ ഫ്ലോറ? ഇപ്പം നിങ്ങൾ ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, ഡോക്ടർ പാൽ മാണിക്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് ഉത്തരം പറയും. സോ ഇറ്റ് ഈസ് മോസ്റ്റ്ലി whether it is blood supply, age, lysosomes or diet. The answer is diet. Okay, it is the most important modifiable factor that can influence your gut health or gut flora or intestinal bacteria. So especially the diet that is rich in fiber, എന്ന് വെച്ചാൽ വെജിറ്റബിൾ അല്ലെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് ഫുഡ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പ്രോബയോട്ടിക്, പ്രീബയോട്ടിക് എന്നൊക്കെ പറയുന്ന ഫുഡ് സ്റ്റഫ്സ് ഉണ്ട് വിച്ച് വിൽ ഇംപ്രൂവ് ദ ഗ്രോത്ത് ഓഫ് ഗുഡ് ബാക്ടീരിയ ഇൻ ദി ഗട്ട്. അതിലൊരു എക്സാമ്പിളാണ് കേർഡ്. പ്രോബയോട്ടിക്കിൻ്റെ ഒരു എക്സാമ്പിളാണ് കേർഡ്. അല്ലെങ്കിൽ ഇനി ഫെർമെൻറ്റഡ് ഫുഡ്, നമ്മുടെ ഇഡ്ഡലി, ദോശ, ഇതൊക്കെ. പിന്നെ എനിത്തിങ് ദാറ്റ് ഇസ് ഫെർമെൻറ്റഡ് ഇസ് വെരി ഗുഡ്. പണ്ടത്തെ പഴങ്കഞ്ഞിയൊക്കെ ഇല്ലേ, അതൊക്കെയും പ്രോബയോട്ടിക്കിൻ്റെ നല്ല ഉദാഹരണങ്ങളാണ്. So the other options are blood supply, that is necessary for intestinal function, but it doesn't affect the microbial composition. Same age ആണെങ്കിലും it influences the gut health over time, but not so impactful as diet പോലെ അത്രയും
ഇമ്പാക്റ്റ് ഇല്ല അതിന്. ലൈസോസൈംസ് എന്ന് പറയുന്നത് ദേ ആർ എൻസൈംസ് വിച്ച് ക്യാൻ അഫക്റ്റ് ബാക്ടീരിയ, ബട്ട് their influence is very minor compared to the diet. Next question, what is the color of gram-positive bacteria after staining? Blue, purple, red, pink. അപ്പോൾ ഇവിടെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ സ്റ്റെയിനിങ് ആണ് കളറാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? പേർപ്പിൾ. ഗ്രാം സ്റ്റെയിനിങ്, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഗ്രാം സ്റ്റെയിനിങ് കഴിഞ്ഞിട്ട് പേർപ്പിൾ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദേ ഹാവ് എ സെൽ വാൾ വിച്ച് ഇസ് ലൈക്ക് തിക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വാൾ ഉണ്ട്. അത് ആ കളറിനെ റീറ്റെയിൻ ചെയ്യും. ഈ വയലറ്റ് അയഡിൻ കോംപ്ലക്സിൻ്റെ ആ കളറിനെ റീറ്റെയിൻ ചെയ്യും ഈവൻ ആഫ്റ്റർ ഡീകളറൈസേഷൻ വിത്ത് ആൽക്കഹോൾ. സോ അപ്പോൾ ലാസ്റ്റ് കാണുന്ന ആ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു വയലറ്റ് കളർ അല്ലെങ്കിൽ ഒരു പർപ്പിൾ കളറിലാണ് ഈ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ കാണപ്പെടുന്നത്. അതേസമയം ഗ്രാം നെഗറ്റീവ് ആണെങ്കിൽ ഈ പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗ്രാം നെഗറ്റീവ് ആ ഡീകളറൈസേഷന് ശേഷം ഒരു പിങ്കിഷ് കളർ അല്ലെങ്കിൽ ഒരു പിങ്കിഷ് റെഡിഷ് കളറായിട്ടാണ് വരുന്നത്. സോ ജസ്റ്റ് അത് ഓർത്തേക്കുക. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ വിൽ അപ്പിയർ പർപ്പിൾ ആഫ്റ്റർ at the last stage of staining, whereas gram negative will appear as pink or red in color. So yes, so ആ കളർ, ആ പിങ്ക് കളർ എങ്ങനെയാണ് വരുന്നത്? ആ ലാസ്റ്റ് സ്റ്റെപ്പിലുള്ള സാഫ്രാൻ കൗണ്ടർ സ്റ്റെയിൻ ചെയ്യുമ്പോൾ they will lose that violet color. violet color ഒക്കെ പോയിട്ട് ആ സ്റ്റെയിനിൻ്റെ കളറാണ് പിടിക്കുന്നത്. സാഫ്രാനിൻ കൗണ്ടർ സ്റ്റെയിൻ കളർ ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ പിടിച്ചു വെക്കും. അതുകൊണ്ടാണ് ഈ കളർ, കണ്ടോ ഈ കളർ. സോ കൗണ്ടർ സ്റ്റെയിൻ യൂസിങ് സാഫ്രാനിൻ, സാഫ്രാനിൻ്റെ കളർ അത് പിടിക്കാം. Next one, what is a persistent pathogen? One which remains viable for a long period inside the host, one which remains viable for a long period inside the carrier, one which remains viable for a long period outside the host, one which remains viable for a long period outside the reservoir. അപ്പോൾ പെർസിസ്റ്റൻറ്റ് പാത്തോജൻ എന്ന് പറയുന്നത് ഹോസ്റ്റിൻ്റെ ശരീരത്തിൽ കുറേ കാലം ഇങ്ങനെ റിമെയിൻ ചെയ്യുന്നതാണ്, വയബിളായിട്ട് റിമെയിൻ ചെയ്യുന്നതാണ് പെർസിസ്റ്റൻറ്റ് പാത്തോജൻ എന്ന് പറയുന്നത്. സോ അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഓവർ ദ ടൈം ഇറ്റ് വിൽ ഇൻവേഡ്. സോ ദീസ് പാത്തോജൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ കോസിങ് ക്രോണിക് ഡിസീസസ്, ലേറ്റൻറ്റ് ഡിസീസസ്, റെക്കറൻറ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ. ഇതാണ് റീസൺ. അപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂബർക്കുലോസിസ്, അതല്ലെങ്കിൽ ഹെർപ്പീസ് വൈറസ്, ഇതൊക്കെ കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ പതുക്കെ കുറയുമ്പോൾ, വയസ്സായൊക്കെ വരുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറയുമ്പോൾ ഇതെല്ലാം കയറി ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഓർഗാനിസംസിന് അല്ലെങ്കിൽ ഈ ബാക്ടീരിയനെയാണ് നമ്മൾ പെർസിസ്റ്റൻറ്റ് pathogen എന്ന് പറയുന്നത്. So they can survive long term inside our body. So other options എന്തൊക്കെയാണ്? Viability inside a carrier is not the defining feature of persistence. Viability outside the host also, it refers more to environmental survival, not persistence. And reservoir survival may help transmission but does not define the persistent infection. Next one, ഇതൊരു important question ആണ്. Parents remove strict control on the use of internet when a child demonstrates a responsible behavior. Is an example of negative reinforcement, positive punishment, positive reinforcement, negative punishment. സോ ഒരു ഇൻ്റർനെറ്റ് യൂസേജിന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ പാരൻസ് അത് പെട്ടെന്ന് അതങ്ങ് മാറ്റുവാണ്. കാരണം കൊച്ച് നല്ല കൃത്യമായിട്ട് രാവിലെ എഴുന്നേൽക്കുന്നു, റുട്ടീനെല്ലാം ചെയ്യുന്നു, പഠിക്കേണ്ട സമയത്ത് പഠിക്കുന്നു, അങ്ങനെ ഒരു നല്ല ഒരു പോസിറ്റീവ് ബിഹേവിയർ കാഴ്ചവെച്ചപ്പോൾ പാരൻസ് എന്ത് ചെയ്തു? അതുവരെ ഉണ്ടായിരുന്ന ഇൻ്റർനെറ്റിൻ്റെ ആ സ്ട്രിക്റ്റ് കൺട്രോൾ ഉണ്ടായിരുന്നു, അതങ്ങോട്ട് മാറ്റി. അതിൻ്റെ പേരെന്താണ്? ഇറ്റ് ഈസ് കോൾഡ് ആസ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനെ റിമൂവ് ചെയ്യുക ആസ് എ റിവാർഡ് ഫോർ ദ ഗുഡ് ബിഹേവിയർ. ഓക്കെ, അപ്പോൾ ഈ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർനെറ്റിലേക്കുള്ള ഒരു സ്ട്രിക്റ്റ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു അൺപ്ലസൻ്റ് ആ കൊച്ചിന്. അപ്പോൾ അതങ്ങോട്ട് റിമൂവ് ചെയ്യുക, കൊച്ച് നല്ലതായിട്ട് പഠിച്ചതുകൊണ്ട് അല്ലെങ്കിൽ നല്ല ബിഹേവിയർ കാഴ്ചവെച്ചതുകൊണ്ട്. ഓക്കെ, സോ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റിമൂവിങ് സംതിങ് അൺപ്ലസൻറ്റ് ടു റീഇൻഫോഴ്സ് എ ഗുഡ് ബിഹേവിയർ. സോ അടുത്ത ഓപ്ഷൻസ് നോക്കൂ. പോസിറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വി ആർ ആഡിങ് സംതിങ് അൺപ്ലസൻറ്റ് ടു റെഡ്യൂസ് എ ബിഹേവിയർ. ലൈക്ക് ചില എക്സ്ട്രാ വർക്കുകൾ കൊടുക്കുക. മിസ്ബിഹേവ് ചെയ്യുന്ന ക്ലാസ്സുകളിൽ ചെയ്യാറില്ലേ ടീച്ചർമാർ? കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ ഭയങ്കര വർത്തമാനം പറയുന്ന കൊച്ചിനെ പിടിച്ച് ബോർഡ് ക്ലീൻ ചെയ്യാൻ നിർത്തും. അവിടെ ടീച്ചർ ഇങ്ങനെ ചോക്ക് ബോർഡിൽ എഴുതി കഴിയുമ്പോൾ ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കും. അപ്പോൾ എക്സ്ട്രാ ആ മിസ്ബിഹേവിയറിന് കൊടുക്കുന്ന ഒരു എക്സ്ട്രാ വർക്കാണത്. അപ്പോൾ ദാറ്റ് ഇസ് എ പോസിറ്റീവ് പണിഷ്മെൻറ്റ്. ദെൻ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുന്നു, എന്ത് ആഡ് ചെയ്യുന്നു? പ്ലസൻറ്റ് ഇമോഷൻസ് അല്ലെങ്കിൽ പ്ലസൻറ്റ് സ്റ്റിമുലസ് ആഡ് ചെയ്യുന്നു. ലൈക്ക് നല്ലൊരു ബിഹേവിയർ ചെയ്യുന്നു. അപ്പോൾ
നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്റ്റാർ ഇട്ട് കൊടുക്കും അല്ലേ. നഴ്സറി കുട്ടികൾക്കൊക്കെ നമ്മൾ കണ്ടില്ലേ, കയ്യിൽ ചിലപ്പോൾ സ്റ്റാർ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കൊടുത്ത് വിടും. ഒരു സ്റ്റിക്കർ നല്ല ഒരു ബിഹേവിയർ നല്ലതാണെങ്കിൽ ഒരു സ്റ്റിക്കർ, 2 സ്റ്റിക്കർ, അങ്ങനെ അങ്ങനെ. അപ്പോൾ കൊച്ചിന് കൂടുതൽ 5 സ്റ്റാർ ഒക്കെ മേടിക്കാനായിട്ടുള്ള സ്റ്റാറിൻ്റെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുക്കുമല്ലോ. അപ്പം 5 സ്റ്റാർസിൻ്റെ സ്റ്റിക്കേഴ്സ് ഒക്കെ മേടിക്കാനായിട്ടുള്ള ഒരു തത്രപ്പാടായിരിക്കും കുട്ടികൾക്ക്. അപ്പോൾ അതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. സോ യു ആർ ആഡിങ് പ്ലസന്റ് സ്റ്റിമുലസ്. ഇത് മനസ്സിലായോ? പോസിറ്റീവ് പണിഷ്മെന്റ് യു ആർ ആഡിങ് അൺപ്ലസന്റ് തിങ്സ്. ഇവിടെ യു ആർ ആഡിങ് pleasant stimulus. Negative punishment only you are taking away a pleasant stimulus to reduce a behavior. ചില പ്രിവിലേജസ് ഒക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ ക്ലാസ് ലീഡർ ഒരു കൊച്ച് നമ്മളാക്കി വെച്ചിട്ടുണ്ട് ആളിനെ ക്ലാസ് ലീഡറായിട്ട്. പക്ഷേ ആ കുട്ടിയുടെ ഏതോ ഒരു ബിഹേവിയർ ശരിയായി ഇല്ല എന്ന് തോന്നുമ്പോൾ ടീച്ചർ ആ ക്ലാസ് ലീഡർഷിപ്പ് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് എടുത്ത് മറ്റൊരു കുട്ടിക്ക് കൊടുക്കുന്നു. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് നെഗറ്റീവ് പണിഷ്മെന്റ്. The next question, in the post-operative ward, a nurse observes a patient experiencing pain. She reaches the conclusion that all post-operative patients experience pain. Which type of reasoning is used? Abductive, deductive, inductive, dialectical. So, ഇവിടെ എന്താ, ഒരു പേഷ്യൻറ്റിന് വേദന ഉണ്ടെന്ന് നഴ്സ് മനസ്സിലാക്കി. അപ്പോൾ ഷീ കംസ് ടു കൺക്ലൂഷൻ ദറ്റ് എല്ലാ പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസിനും പെയിൻ ഉണ്ട്. അപ്പോൾ ഒരു കാര്യത്തിൽ നിന്നും നമ്മൾ ജനറലൈസ് ചെയ്യുക, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, ഒരു കേസ് എടുത്തിട്ട് അത് മറ്റ് പലർക്കും അങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ പറയുന്നത് എന്ത് തരം റീസണിങ് ആണ്? ഇറ്റ് ഈസ് കോൾഡ് ഇൻഡക്റ്റീവ് റീസണിങ്. സോ വി ആർ arriving at a general conclusion from a specific observation. ഒരാളുടെ കാര്യം കണ്ടിട്ട് നമ്മൾ 10 പേർക്ക് ഇത് തന്നെയാ എന്ന് തീരുമാനിക്കുന്നതാണ് ഇൻഡക്റ്റീവ് റീസണിങ്. ഓക്കെ, സോ ഗോയിങ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ. അതിനോടൊപ്പം തന്നെ ഡിഡക്റ്റീവ് റീസണിങ് കൂടെ പറഞ്ഞോട്ടെ. ഡിഡക്റ്റീവ് റീസണിങ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ആണ്. എന്താണ്? ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് വരുന്നതാണ്. സോ എ ജനറൽ പ്രിൻസിപ്പൽ, നമ്മളൊരു ജനറൽ പ്രിൻസിപ്പലിനെ എടുത്തിട്ട് സ്പെസിഫിക് ആയിട്ട് ഒരാൾക്ക് അപ്ലൈ ചെയ്യുന്നു. സോ ഓൾ സർജിക്കൽ, ലൈക്ക് നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സർജിക്കൽ പേഷ്യൻസിനും പെയിൻ ഉണ്ട്, അതുകൊണ്ട് ഇയാൾക്കും പെയിൻ ഉണ്ട് എന്ന് പറയുന്നതാണ് ഡിഡക്റ്റീവ് റീസണിങ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ എന്താണ്? സ്പെസിഫിക് ടു ജനറൽ. ഡിഡക്റ്റീവ് റീസണിങ്ങിലാണെങ്കിൽ ജനറൽ ടു സ്പെസിഫിക്. ഓക്കെ, മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? അബ്ഡക്റ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ മോസ്റ്റ് ലൈക്ലി എക്സ്പ്ലനേഷൻ. Like it is used in diagnostic reasoning, like this symptom likely means this disease. ഈ സിംറ്റം ഈ രോഗം കൊണ്ടാവാം എന്ന് നമ്മളൊരു മോസ്റ്റ് ലൈക്ലി ഇറ്റ് കുഡ് ബി എന്ന് പറയുന്നതാണ് അബ്ഡക്റ്റീവ് റീസണിങ്. ഡയലക്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഡയലോഗ്. യു ആർ റീസണിങ് ത്രൂ ഡയലോഗ്സ് ഓർ ഡിബേറ്റ്സ് എന്ന് വെച്ചാൽ ഒരു മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ്, ഒരു ഇവൻറ്റിന് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ്, പല ആൾക്കാരുടെയും ഒരു കാഴ്ചപ്പാട് നമ്മൾ എടുക്കുന്നതാണ് ഡയലക്റ്റിക്കൽ എന്ന് പറയുന്നത്. ഡയലോഗ് അടിച്ച് ഒരു കൺക്ലൂഷനിൽ എത്തുന്നതാണ് ഡയലക്റ്റിക്കൽ. സോ ഇൻ നട്ട്ഷെൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാനാണെങ്കിൽ ഇൻഡക്റ്റീവ് റീസണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പെസിഫിക് ടു ജനറൽ. ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ജനറൽ ടു സ്പെസിഫിക്. അബ്ഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് പോസിബിൾ എക്സ്പ്ലനേഷൻ. ഡയലക്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഒപ്പോസിങ് വ്യൂസ് ഉണ്ടാവും. ഞാനൊന്ന് പറയും, ഇന്നൊരാൾ വേറൊരു വ്യൂസ് പറയും, അങ്ങനെ അത് ഡിസ്കസ് ചെയ്ത് കൺക്ലൂഷനിൽ എത്തുന്നതാണ് ഡയലക്റ്റിക്കൽ. Next question, change in the attitude of a person can occur through his desire to fit with a group. This type of social influence is called as dissonance, persuasion, communication, conformity. So എന്താണ് ചോദ്യം? എന്താണ്? ഒരാൾക്ക് അയാളുടെ ആറ്റിറ്റ്യൂഡിനെ തന്നെ അയാൾ ചേഞ്ച് ചെയ്യുക. എന്തിനാ? ഒരു ഗ്രൂപ്പിലേക്ക് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട്, അയാളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലോട്ട് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് അയാളെ തന്നെ സ്വയം അയാളുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റുന്ന, നമ്മൾ പറയത്തില്ല റോമിൽ ചെന്ന റോമാക്കാരനെ പോലെ എന്ന്, അതാണ്. അങ്ങനത്തെ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസിന് നമ്മൾ എന്താ വിളിക്കുക? ഇറ്റ് ഈസ് കോൾഡ് ആസ് കൺഫോമിറ്റി. കൺഫോമിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫിറ്റിംഗ് ഇൻ എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു ഗ്രൂപ്പിൽ പോകുമ്പോൾ ആ ഗ്രൂപ്പിനനുസരിച്ചിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നാട്ടിൽ മുണ്ടെടുത്തോണ്ട് നടക്കുന്നതും ഗൾഫിൽ പോകുമ്പോൾ പാൻറ് ഇട്ടുകൊണ്ട് നടക്കുന്നത്, അതാണ് കൺഫോമിറ്റി. So that's also because of the social pressure and also to avoid rejection. അല്ലേ? അവിടെ പോയിട്ട് ദുബായ് ചെന്നേച്ച് മുണ്ടെടുത്തോണ്ട് നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനെയാണ് അവരെ കാണുക? അപ്പോൾ അങ്ങനത്തെ ഒരു അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ദേ വിൽ ട്രൈ ടു അഡാപ്റ്റ് ദംസെൽസ് ടു ദ ഗ്രൂപ്പ് നോംസ് ബൈ ബിക്കമിങ് ലൈക്ക് ദാറ്റ്. അത് വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരുടെ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, പൊളിറ്റിക്കൽ സ്റ്റാൻഡ്, അതിനനുസരിച്ച് നമ്മളും ചിലപ്പോൾ നമ്മൾ
കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസം ഫേവർ ചെയ്യുന്നവരാണ്. പക്ഷേ എൻ്റെ കൂട്ടുകാരെല്ലാം കോൺഗ്രസ്സുകാർ. അതുകൊണ്ട് അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ നമ്മൾ കോൺഗ്രസ്സിലേക്ക് ചേരുന്നു. അതാണ് ഒരു എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ. അപ്പോൾ മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഡിസൊണൻസ്. ഡിസൊണൻസ് എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഡിസ്കംഫർട്ട് ഫ്രം കോൺഫ്ലിക്റ്റിംഗ് ബിലീവ്സ്. ഓക്കെ, ഇത് ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ആയിട്ടൊന്നുമില്ല. നമ്മുടെ മനസ്സിൽ നമുക്ക് 2-3 ചിന്തകൾ, കോൺഫ്ലിക്റ്റിംഗ് ബിലീവ്സ്, ലവ് ഹേറ്റ് എന്ന് പറയത്തില്ല, ലവ് ഹേറ്റ് തോട്ട്സ് നമ്മളിൽ വരുമ്പോൾ നമുക്കത് ഭയങ്കര കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ബിലീവ്സ് ഉണ്ട്. ചിലപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പുറത്തേക്ക് ഗൾഫിലൊരു ജോലി കിട്ടി. അപ്പം കൊച്ച് തീരെ ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഈ കൊച്ചിനെ കൊണ്ടുപോകണോ വേണ്ടയോ, അതിന് നാട്ടിലിട്ടിട്ട് പോകണോ, അതല്ലെങ്കിൽ അതിനപ്പം ഡിപ്രൈവേഷൻ ആവില്ല, ഇങ്ങനെയൊക്കെയുള്ള കുറേ തോട്ട്സുകൾ നമ്മുടെ മനസ്സിൽ കൂടെ പോകും. അതാണ് ഡിസൊണൻസ് എന്ന് പറയുന്നത്. പെർസ്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻറ്റൻഷണൽ അറ്റംപ്റ്റ് ടു ചേഞ്ച് സംവൺസ് ആറ്റിറ്റ്യൂഡ്. ത്രട്ടൺ ചെയ്തിട്ട് നീ മര്യാദയ്ക്ക് ഇങ്ങനെ നടന്നോണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കി കളയും എന്ന് പറയുന്നതാണ് പെർസ്വേഷൻ. ഓക്കെ, ഇത് പോലീസ് സ്റ്റേഷനുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പെർസ്വേഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ് അത്. അടുത്തത് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, അപ്പം നട്ട്ഷെല്ലിൽ പറയുവാണെങ്കിൽ ഈ ഒരൊറ്റ സ്ലൈഡ് നിങ്ങൾ വായിച്ചാൽ മതി, എല്ലാം മനസ്സിലാവും. കൺഫോമിറ്റി എന്ന് പറഞ്ഞാൽ ട്രൈങ് ടു ഫിറ്റ് ഇൻ, റോമിൽ ചെന്ന റോമക്കാരനെ പോലെ. പെർസ്വേഷൻ എന്ന് പറഞ്ഞാലോ ഇൻഫ്ലുവൻസിങ്, ചേഞ്ചിങ് ഡ്യൂ ടു ഇൻഫ്ലുവൻസ് ഓർ കൺവിൻസിങ്. പോലീസുകാരൻ്റെ കാര്യം ഓർത്താൽ മതി. ദെൻ ഡിസൊണൻസ്. ഡിസൊണൻസ് എന്ന് പറഞ്ഞാൽ മെൻ്റൽ കോൺഫ്ലിക്റ്റ്, പല ചിന്തകൾ വരുന്ന. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഈഗോ ഡിഫെൻസ് മെക്കാനിസം ഇൻ വിച്ച് എ വുമൻ ഹു ഹാസ് ഹേറ്റ്രഡ് ടുവേർഡ്സ് മദർ ഇൻ ലോ ബിഹേവ്സ് ലവിംഗ്ലി ആൻഡ് ഫ്രണ്ട്ലി. അതിനെന്താ പറയുക? റിഗ്രഷൻ, റിയാക്ഷൻ ഫോർമേഷൻ, കൺവേർഷൻ, റിപ്രഷൻ. അപ്പോൾ എന്താണ് ഇവിടെ ഒരു ഈഗോ ഡിഫെൻസ് മെക്കാനിസമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ലേഡിക്ക് അവരുടെ അമ്മയോട് വളരെയധികം ഹേറ്റ്രഡ് ഉണ്ട്, മനസ്സിൽ മൊത്തം ഹേറ്റ്രഡ്, പക്ഷേ വെളിയിൽ കാണിക്കുന്നതോ നല്ല സ്നേഹം. അതിനെന്താ പറയുക? അതിനെയാണ് പറയുന്നത് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ്ലി ദാറ്റ് പേഴ്സൺ ടേൺസ് ദി അൺഅക്സെപ്റ്റബിൾ ഫീലിംഗ് ടു ഇറ്റ്സ് ഓപ്പോസിറ്റ്. ദറ്റ് ഈസ് ഹേറ്റ്രഡിനെ നമ്മൾ ഭയങ്കര ലവിങ് ആൻഡ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ കാണിക്കും. ഓക്കെ, സോ ദറ്റ് ഈസ് ഡൺ ടു കോപ്പ് വിത്ത് ഹർ ഇന്നർ കോൺഫ്ലിക്റ്റ് ആൻഡ് സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ഇമോഷൻസ്. ഇപ്പം മരുമകൾ അമ്മായിയമ്മയുടെ അടുത്ത് അതേ രീതിയിൽ ഉത്തരം പറയുകയും തർക്കിക്കുകയും ഫൈറ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യില്ല. അത് എല്ലാവർക്കും അറിയാം. സോ വാട്ട് ദിസ് ഡോട്ടർ ഇൻ ലോ ഡസ്, ഈ അമ്മായിയമ്മയുടെ അടുത്ത് വളരെ സ്നേഹമായിട്ട് അങ്ങ് കാണിക്കുക. അത് അൺകോൺഷ്യസ് ആയിട്ട് സംഭവിച്ചു പോകുന്നതാണ്. അതിനെയാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? റിഗ്രഷൻ. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ചൈൽഡ് ലൈക്ക് ബിഹേവിയറിലേക്ക് പോവുക. പെട്ടെന്ന് വാശി പിടിക്കുക, തറയിൽ കിടന്ന് ഉരുണ്ട് കരഞ്ഞ് നിലവിളിച്ച് കാര്യങ്ങൾ സാധിച്ചെടുക്കുക. അതാണ് ടെമ്പർ ടാൻട്രംസ് എന്ന് പറയുന്നത്. അതുപോലെ ബിഹേവ് ചെയ്യുന്നതാണ് റിഗ്രഷൻ. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അൺകോൺഷ്യസ്ലി ഈ ഇമോഷണൽ കോൺഫ്ലിക്ട്സ്, അകത്തുള്ള എല്ലാ സ്ട്രെസ്സും വെളിയിൽ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആയിട്ട് വരും. പെട്ടെന്ന് തന്നെ പാരാലിസിസ് അടിച്ച് താഴെ വീഴും, അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് കണ്ണ് കാണാൻ പറ്റില്ല, അങ്ങനെയൊക്കെ സംഭവിക്കും. ബ്ലൈൻഡ്നെസ് ഒക്കെ സംഭവിക്കുന്നതാണ് കൺവേർഷൻ. അപ്പോൾ എന്താ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ കോൺഫ്ലിക്ട്സിനെ കൺവേർട്ട് ചെയ്ത് ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആക്കി മാറ്റുന്നതാണ്. അടുത്ത് റിപ്രഷൻ. റിപ്രഷൻ എന്ന് പറഞ്ഞാൽ unconsciously pushing or all the threatening thoughts or memories out of awareness. നമ്മുടെ unconscious forgetting of unpleasant events. അതാണ്, ഇതും അൺകോൺഷ്യസ് ആണ്. റിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ല. യു ആർ ലൈക്ക് വീട്ടിലെ ചവറെല്ലാം കൂടി എടുത്ത് തൂത്തുവാരി കാർപ്പറ്റിൻ്റെ അടിയിലോട്ട് തള്ളി കാർപ്പറ്റിൻ്റെ മുകളിലോട്ട് ഇടുന്നു. അതുപോലെയാണ് ഈ റിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ത്രെറ്റനിങ് തോട്ട്സ് ഒക്കെ നമ്മുടെ മനസ്സിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് ഔട്ട് ഓഫ് അവയർനെസ് എല്ലാം അൺകോൺഷ്യസ്ലി ഫൊർഗെറ്റ് ചെയ്യുന്നതാണ്. സോ റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ആക്ടിങ് ഓപ്പോസിറ്റ് ടു ട്രൂ ഫീലിങ്സ്. ദറ്റ് ഈസ് ലവ് ഔട്ട്സൈഡ് ആൻഡ് ഹേറ്റ്രഡ് ഇൻസൈഡ്. Next question, according to topographical model of mind, the repressed desires and thoughts are in the conscious level, pre-conscious, unconscious or the subconscious levels. എന്താണ് ഈ ടോപ്പോഗ്രഫിക്കൽ മോഡൽ ഓഫ് മൈൻഡ്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം മൈൻഡിനെ 3 ലെവലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: കോൺഷ്യസ്, പ്രീ കോൺഷ്യസ്, അൺകോൺഷ്യസ്. അപ്പോൾ ഇവിടെ കോൺഷ്യസ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, നമ്മൾ വി ആർ അവെയർ അബൌട്ട് ഇറ്റ് റൈറ്റ് നൗ, അവർ തോട്ട്സ്, പെർസെപ്ഷൻസ്, ഇപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ എന്ത് തോട്ട്സാണ് പോകുന്നത് അതൊക്കെ നമുക്ക് അവെയർ ആവുന്നുണ്ട്. അതാണ് കോൺഷ്യസ് ലെവൽ എന്ന് പറയുന്നത്. പ്രീ കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? വി ആർ നോട്ട് അവെയർ
ഓക്കെ. വി ആർ നോട്ട് അവെയർ, പക്ഷെ വി ക്യാൻ ഈസിലി ബ്രിങ് ഇറ്റ് ടു അവെയർനെസ്. നമ്മുടെ മെമ്മറീസ് അല്ലേ, ഒരു 5 വർഷം പിന്നെ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏതൊരു സ്ഥലത്ത് പോയി, കാശ്മീരിൽ പോയി മഞ്ഞ് വീഴുന്നതൊക്കെ കണ്ടു. അപ്പോൾ അതെല്ലാം നമ്മുടെ മനസ്സ് അകത്തുണ്ട്. നമ്മുടെ കറണ്ട് ഇതിൽ എന്താണ് കറൻ്റ്ലി അവെയർ അല്ലെങ്കിലും പക്ഷെ നമ്മൾ റീകോൾ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ അത് വരും. അല്ലാതെ എപ്പോഴും ഫുൾ ടൈം അന്ന് കാശ്മീരിൽ പോയി മഞ്ഞ് വീണ് ഓർത്തോണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്, അല്ല. പക്ഷേ ഇറ്റ് ഈസ് ദെയർ, യു ആർ ഏബിൾ ടു ബ്രിങ് ഇറ്റ് ബാക്ക് ടു കോൺഷ്യസ്നെസ് ഓർ അവെയർനെസ് ഫ്രം ദാറ്റ് ലെവൽ. ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്രീ കോൺഷ്യസ്. അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അടിയിൽ ഡീപ്പസ്റ്റ് ലെവൽ, മൈൻഡിൻ്റെ ഒരു ഡീപ്പസ്റ്റ് ലെവലാണ്. അവിടെയാണ് നമ്മുടെ എല്ലാ വിഷമങ്ങളും എല്ലാം നമ്മൾ അടിച്ചമർത്തി റിപ്രസ് ചെയ്ത് വെച്ചേക്കും. നമ്മുടെ പെയിൻഫുൾ മെമ്മറീസ് സ്റ്റാർട്ടിങ് ഫ്രം ചൈൽഡ്ഹുഡ്, 2 വയസ്സാകുമ്പോൾ അമ്മ തല്ലി അല്ലെങ്കിൽ അച്ഛൻ ചീത്ത പറഞ്ഞു, ഇതൊക്കെ നമ്മൾ കൂട്ടിയിട്ട് വെക്കുന്ന ഒരു സ്ഥലമാണ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അൺഅക്സെപ്റ്റബിൾ തോട്ട്സ് ഉണ്ടാവും. സൊസൈറ്റി എന്ത് എൻകറേജ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്ത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അതെല്ലാം നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ അവിടെ കിടക്കും. ദേ ആർ നോട്ട് അക്സെപ്റ്റബിൾ ടു കോൺഷ്യസ് അവെയർനെസ് ഡയറക്റ്റ്ലി. ഇപ്പോൾ ഈ ഹിപ്നോസിസ് എന്നൊക്കെ പറയുന്ന ഇതിൽ കൂടെയൊക്കെ തെറാപ്പിയിലൂടെയൊക്കെ നമ്മളിത് കുറേയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. പക്ഷേ നോർമലി കോൺഷ്യസ് അവെയർനെസ്സിൽ ഇതൊന്നും അക്സസിബിൾ അല്ല. So yeah, what are the other distractors? Conscious, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കറണ്ട് അവെയർനെസ് മാത്രമാണ്. പ്രീ കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നോട്ട് ഈസിലി കണ്ടെയ്ൻസ് ഈസിലി റിട്രൈവബിൾ ഇൻഫർമേഷൻ. പിന്നെ അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ വിച്ച് ആർ ഓൾ ഹിഡൻ തോട്ട്സും കാര്യങ്ങളൊക്കെയാണ്. സോ അൺകോൺഷ്യസ് ആർ ഹിഡൻ സ്റ്റോർ ഹൗസ് ഓഫ് റിപ്രസ്ഡ് തോട്ട്സ്, ഫിയേഴ്സ്, ഡിസയേഴ്സ്. Next question, which among the following is a secondary motive? Achievement, activity, curiosity and manipulation. Secondary motive എന്താണ് ഇതിൽ? അച്ചീവ്മെൻ്റ് ആണ് സെക്കൻഡറി മോട്ടീവ്. സെക്കൻഡറി മോട്ടീവ് എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് ബയോളജിക്കലി ബേസ്ഡ് ബട്ട് ആർ ലേൺഡ് ത്രൂ ഇൻറ്ററാക്ഷൻ വിത്ത് ദ എൻവയോൺമെൻറ്റ് ആൻഡ് ദ സൊസൈറ്റി. ഓക്കെ. സോ അല്ലെങ്കിൽ നമ്മുടെ ലേൺഡ് മോട്ടീവ്സ് എന്നും പറയാം. ഈ സെക്കൻഡറി മോട്ടീവ്സ് ആർ ഓൾസോ കോൾഡ് ആസ് ലേൺഡ് മോട്ടീവ്സ്. നമ്മുടെ ശരീരവുമായിട്ട് യാതൊരു ബന്ധമില്ല, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റമായിട്ട്, ബയോളജിക്കൽ സിസ്റ്റവുമായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷെ നമ്മൾ സൊസൈറ്റിയുടെ ഇൻറ്ററാക്ഷൻസിലൂടെ നമ്മൾ ലേൺ ചെയ്തെടുക്കുന്നതാണ് ഈ സെക്കൻഡറി മോട്ടീവ് എന്ന് പറയുന്നത്. Okay, so achievement motive is an example of secondary motive. So അച്ചീവ്മെൻറ്റ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് ഇപ്പം നിങ്ങളിത് ഈ എക്സാം പഠിക്കുന്നു, ഈ വീഡിയോ കാണുന്നു, അത് തന്നെ എന്തുകൊണ്ടാണ്? നിങ്ങൾക്കൊരു അച്ചീവ്മെൻറ്റ് മോട്ടീവ് ഉള്ളത് കൊണ്ടാണ്, അല്ലേ? ബിക്കോസ് യു വാണ്ട് ടു എക്സൽ ഇൻ യുവർ എക്സാംസ് ആൻഡ് യു മസ്റ്റ് സ്കോർ, റാങ്ക് ലിസ്റ്റിൽ വരണം, അപ്പോൾ ഒരു പെർമനൻറ്റ് ജോലി കിട്ടും. ഇങ്ങനെയൊക്കെ ഉള്ള മോട്ടീവ്സ് ഉണ്ട്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് അച്ചീവ്മെൻറ്റ് motive. Okay, so the desire to success, excel or master any task. And ഇതെങ്ങനെയാണ് നമ്മൾ ലേൺ ചെയ്യുന്നത്? എങ്ങനെയാണ്? നമ്മുടെ എക്സ്പീരിയൻസസിലൂടെ. അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ പരീക്ഷ എഴുതണമെന്ന് തോന്നുന്നു? നിങ്ങളുടെ എക്സ്പീരിയൻസസ്, നിങ്ങൾക്ക് പ്രൈവറ്റിൽ കിടന്ന് മതി, ഇനി നമുക്ക് സർക്കാർ ഉദ്യോഗത്തിലോട്ട് കയറാം. സോ യു ഗെറ്റ് എ പെർമനൻറ്റ് ഇൻകം ആൻഡ് ദ ജോബ് സെക്യൂരിറ്റി, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം നമ്മുടെ എക്സ്പീരിയൻസിലൂടെയും നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറയുന്നു നമുക്കിത് എഴുതാം, അല്ലെങ്കിൽ നമുക്കൊന്ന് സെറ്റിൽ ആവാം എന്നൊക്കെ ഉള്ള ചിന്തകളൊക്കെ അങ്ങനെയാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് അച്ചീവ്മെൻറ്റ് മോട്ടീവ്. മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? ആക്ടിവിറ്റി, ക്യൂരിയോസിറ്റി, മാനിപ്പുലേഷൻ. ഇതുമായിട്ട് ദീസ് ആർ ഓൾ കൺസിഡേർഡ് ആസ് സ്റ്റിമുലസ് മോട്ടീവ്സ്. സെക്കൻഡറി അല്ല, സ്റ്റിമുലസ് മോട്ടീവ്സ്, ബിക്കോസ് ദേ ആർ ഓൾ ഇന്നേറ്റ്, നമ്മുടെ അകത്ത് തന്നെ ഉള്ളതാണത്. സോ എന്താ പറയുക, ആക്ടിവിറ്റി, ക്യൂരിയോസിറ്റി, മാനിപ്പുലേഷൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ സ്വയം ഇന്നേറ്റ് ആയിട്ടുള്ള, നമ്മുടെ ശരീരത്തിനകത്ത് തന്നെയുള്ള, നമ്മുടെ ഓർഗാനിസത്തിനകത്ത് തന്നെയുള്ള കാര്യങ്ങളാണ്. സോ ദേ ആർ ഓൾസോ കോൾഡ് ആസ് സ്റ്റിമുലസ് മോട്ടീവ്സ്. സോ പ്രൈമറി മോട്ടീവ്സ് എന്ന് പറയുന്നത് ബയോളജിക്കലാണ്, നമ്മുടെ ശരീരത്തിന്, ലൈക്ക് ഹങ്കർ, തേഴ്സ്റ്റ്, ഇങ്ങനെയൊക്കെ ഉള്ള ബയോളജിക്കൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ കാര്യങ്ങളെയാണ് പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്നത്. സെക്കൻഡറി മോട്ടീവ്സ് എല്ലാം നമ്മൾ ലേൺ ചെയ്യുന്നതാണ്, നമ്മുടെ അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ലേൺ ചെയ്യുന്നതാണ് സെക്കൻഡറി മോട്ടീവ്സ്. സ്റ്റിമുലസ് മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിനകത്തുണ്ട്, പക്ഷേ ദേ ആർ നോട്ട് വെരി മച്ച് എസെൻഷ്യൽ ഫോർ അവർ സർവൈവൽ. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കും, അല്ലേ? ക്യൂരിയോസിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കത്തില്ല? ജീവിക്കും. നമുക്ക് ഭക്ഷണവും വെള്ളവും വായു ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജീവിക്കും. അതാണ് പ്രൈമറി മോട്ടീവ്സ് വിച്ച് ആർ എസെൻഷ്യൽ ഫോർ സർവൈവൽ. പക്ഷേ സ്റ്റിമുലസ് മോട്ടീവ്സ് ഒന്നും അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ മനസ്സിലായല്ലോ, പ്രൈമറി മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ സർവൈവലിന് ആവശ്യമുള്ള മോട്ടീവ്സ് ആണ്. സെക്കൻഡറി മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രോത്തിന് ആവശ്യമുള്ളത്. സ്റ്റിമുലസ് മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമുക്കത് ഡെവലപ്പ് ചെയ്യാം എന്നല്ലാതെ ഇറ്റ് ഈസ് നോട്ട് എസെൻഷ്യൽ ഫോർ സർവൈവൽ. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോട്ടീവ്സ്.
Thank you very much. So I hope you have understood. So if so, please do like, share and subscribe. Thank you.